Hi, Assalamu alaikum. Welcome to Cook with Rumana. ഇന്ന് ഞാൻ ഒരു ജീരക മുളക് വെച്ചിട്ട് ഒരു നല്ല ചിക്കൻ ഫ്രൈ ആക്കിയോല്ല ചിക്കൻ ഫ്രൈ വരുമ്പോൾ നോർമൽ ചിക്കൻ ഫ്രൈ അല്ല അൽഫാം പോലെ ബട്ട് അത് ചുടുற ബദൽ ഫ്രൈ ആക്കും അത്രമേ ജീരക മുളക് ഇല്ലാത്തവർക്ക് കായ്മുളക് വെച്ചിട്ടാക്കാം ഞാൻ കായ്മുളക് വെച്ചിട്ടാക്കിയത് ജീരക മുളക് ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിത്തേക്കും അപ്പോൾ ഇതൊരു ഗ്രീൻ കളർ ഗ്രീൻ ഫ്ലേവർ ഉള്ള ഒരു ചിക്കൻ ഫ്രൈ അപ്പോൾ ನನ್ನ വീഡിയോ സബ്സ്ക്രൈബ് ആക്കാണ്ട് നോക്കറങ്ങാണ്ടായെങ്കിൽ സബ്സ്ക്രൈബ് ആക്കോರು ലൈക്ക് ആക്കോರು ഷെയർ ആക്കോರು അതുപോലെ സപ്പോർട്ട് ആക്കോರು അപ്പോൾ പോയിട്ട് വീഡിയോ നോക്കാം തണ്ണിക്ക് ഉപ്പും ഒരു അര സ്പൂൺ മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് ചെന്ന മിക്സ് ആക്കണം പിന്നെ ഒരു സ്പൂൺ വിനെഗറും ബീത്തണം വിനെഗർ ഇല്ലെങ്കിൽ ഒരു ലിംബം ബീത്തി കൊടുക്കണം പിന്നെ ഞങ്ങൾ റെഡിയാക്കി വെച്ച ചിക്കൻ അതൊക്കെ മുക്കണം മുക്കിയിട്ട് ഇങ്ങനെ നനച്ച് ബേക്കണം ഒരു അരഗಂಟೆ നനച്ച് വെച്ച് മീ അങ്ങനെ ആകുമ്പോൾ ചിക്കൻ സോഫ്റ്റും ആവും പിന്നെ ചിക്കനിലുള്ള ബാഡ് സ്മെല്ലെല്ലാം പോകണ്ട അതുകെ ചിക്കൻ സോഫ്റ്റ് ആവും ആ നേരത്തിൽ നമുക്ക് മസാല റെഡിയാക്കാം മസാലയ്ക്ക് ഞാൻ ഒരു ജണ്ട് ഉണ്ട വെള്ളുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ഞങ്ങൾ ചിക്കൻ കറിക്കെല്ലാം എടുക്കാനായിട്ട് തെളിയാറ് എടുക്കണം ഒരു 10 കായ്മുളക് എടുത്തോ കായ്മുളക് നിർബന്ധമില്ല ഇതിക്ക് ഞങ്ങൾ ഇതിക്ക് ജീരക മുളക് എടുക്കണം ഒരു 25 ജീരക മുളക് എടുക്കണം ജീരക മുളക് കിട്ടണമെങ്കിൽ ജീരക മുളകേ എടുക്കണം ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കോ തീരാ ഞങ്ങൾക്ക് കല്ലിൽ വെച്ച് കുത്തോ അവരെങ്കിൽ കല്ലിൽ വെച്ച് കുത്തണം ഇല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് മിക്സിയിൽ പൾസാക്കി മെയ് ഒരു കണ്ട ആക്കണം തന്നിയൊന്നും ബീത്തോ തീരാ അതിൽ പിന്നെ ഇതിക്ക് ഒരു പിടി കൊത്തമ്പരി ചൊപ്പു ഒരു പിടി പുതിന പിന്നെ ഒരു പിടി കറിച്ചൊപ്പു ഇതെല്ലാം ഒരു പിടി ഇടണം നല്ലൊരു ഫ്ലേവർ അതും അങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ പൾസാക്കി എടുത്തെങ്കിൽ കുത്തക അവരെങ്കിൽ കുത്തിത്തെടുക്കണം അതിൽ പിന്നെ ഇതിൽ പാതി ഞങ്ങൾ അങ്ങനെ ബേക്കണം ഇത് ഞങ്ങൾ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും അതിൻ്റെ പാതി ഞങ്ങൾ വേറെ ഒരു മിക്സിയിൽ ഇടണം പാതി ചെല്ലുമ്പോൾ ഒരു 5-6 സ്പൂൺ ഇക്കരുത് ഇത് ഈ മെജർമെൻറ്റിനാണ് 1 കിലോ ചിക്കൻ ചെന്നോളൂ നിങ്ങൾ 2 കിലോ ചിക്കൻ എടുക്കണമെങ്കിൽ 2 ചിക്കൻ എല്ലാം എടുക്കണമെങ്കിൽ രായത്തിൽ ഇപ്പോൾ വലിയ ചിക്കൻ കിട്ടും അങ്ങനെ എടുത്തിട്ട് പിന്നെ ഇതൊരു ഞാൻ ഒരു 3 സ്പൂണ് കൊത്തമ്പരിയുടെ പൊടി ഇല്ലെങ്കിൽ ഒരു പിടി കൊത്തമ്പരി ജസ്റ്റ് ഒന്ന് വെച്ചാക്കി തിട്ടി കൊടുത്തിട്ട് ഒരു അര സ്പൂൺ മഞ്ഞളുടെ പൊടി പിന്നെ 1.5 സ്പൂൺ ഗരം മസാല പൊടി പിന്നെ ഒരു സ്പൂണ് നല്ല മുളക് പൊടി ഇല്ലെങ്കിൽ ഒരു നല്ല മുളക് ഇട്ടെങ്കിൽ പിന്നെ ഒരു സ്പൂണ് കസൂരി മേത്തി ഇന്നേ ഇട്ട് നിർബന്ധമില്ല അത് ഇതിൽ തണ്ണിയും വീത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കണം ഫൈൻ പേസ്റ്റായി പിന്നെ അതൊരു 1/2 കപ്പ് തൈരും ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ചമ്മ അരിക്കോ തീര ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയും കഴിത്ത് മിക്സിയിൽ ചമ്മ അരച്ചെങ്കിൽ അത് തണ്ണി വിട്ടു ഒരു 3-4 സ്പൂൺ തൈരുമേ പിന്നെ തണ്ണിയിൽ 5 വെച്ച ചിക്കൻ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം തണ്ണി ഊത്തിട്ട് അതിൽ ഒരു 2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് ഞങ്ങളുടെ ടേസ്റ്റിಗೆ എത്ര ഇട്ട് കൊടുക്കണം മസാലയ്ക്ക് ഉപ്പിട്ടിട്ടില്ല ഞാൻ പിന്നെ അതിൽ ഒരു 3/4 മസാല അരച്ച് വെച്ചത് 3/4 മസാല എടുക്കണം എടുത്തിട്ട് പിന്നെ ഒരു 2 സ്പൂണ് കോൺഫ്ലോർ ഒരു സ്പൂൺ അരപ്പൊടി ഇട്ട് തെല്ല് ലിംബ ഇട്ട് ചന്ത മിക്സ് ആക്കണം ആ മസാല 3/4 എടുത്തോ ഇന്ന് തെല്ല് മസാല ബാക്കി വെച്ചിട്ട് അത് ഞാൻ ഇതൊരു ഡിപ്പാക്കോ ഇട്ട് ഈ 3/4 മസാല ഇതിക്ക് മൈ ആവും ഞങ്ങൾ ചിക്കൻ 1 കിലോ ചിക്കൻ അല്ലേ ಅದಕ್ಕೆ മൈ ആവും ഇത് ചന്ത മിക്സ് ആക്കണം തെൽ വലിയ ഇടമേ എടുത്തിട്ട് മിക്സ് ആക്കണം ഞാൻ എടുത്ത ഇടത്തിൽ ചെറിയ ഇട്ട് അത് സാറില്ല ചന്ത മിക്സ് ആക്കിയിട്ട് 1 ಗಂಟೆ ഞങ്ങൾ റാപ്പ് ആക്കിയിട്ട് 1 ಗಂಟೆ ഞങ്ങൾ ഫ്രിഡ്ജിൽ ബേക്കണം ഫ്രീസറിൽ ബേക്കറെങ്കിൽ 1 ಗಂಟೆಲೆ ಬೇಕರೆ 1 ಗಂಟೆ ഫ്രീസറിൽ ബേക്കണം ഞങ്ങൾക്ക് ടൈം ഉണ്ടുണ്ട് സുബൈಗೆಲ್ಲ ആക്കുന്ന ടൈമിൽ ഞങ്ങൾ ഒരു 8 ಗಂಟೆ ഫ്രിഡ്ജിൽ വെച്ചേമേ ഇന്ന് 1/4 ഭാഗന എടുത്ത് വെച്ചെന്നല്ലേ മിക്സ് അതിൽ 1 സ്പൂണ് ഉപ്പു പിന്നെ ഒരു പിടിരത്ര തേങ്ങ ഇട്ടിട്ട് ഒന്ന് ചന്ത തേങ്ങ അരയുടെ പോലെ ഒന്ന് ഞങ്ങൾ ചട്നി അരിക്കിற പോലെ ഒന്ന് അരച്ചിട്ട് ഒരു ബൗളിൽ ഇടണം പിന്നെ അതേപോലെ ഒരു 4-5 സ്പൂണ് തൈര് ഇട്ട് കൊടുക്കണം 1 കപ്പ് തൈരിക്ക് ഒരു 4-5 സ്പൂണ് ഞങ്ങൾ അമ്മൂസെല്ലാം ആക്കില്ലേ അതേപോലെ തൈരിട്ട് ചന്ത മിക്സ് ആക്കണം തൈര് ഞങ്ങൾ അധികം ഇട്ട് അരച്ചെങ്കിൽ അതൊക്കെ തന്നി വിടും അപ്പോൾ തന്നി വിടേണ്ട ചന്തിങ്ങനെ കയ്യിൽ മിക്സ് ആക്കും സ്പൂണിൽ
ಮಿಕ್ಸಿಗೆ ಅರ್ಚನ್ ಪನ್ನಿ ಬಿಟ್ರು ಅದ್ಲಿ ಪಿನ್ನೆ ಅದಕ್ಕೆ ನಾನು ಆಲಿವ್ ಆಯಿಲ್ ಬೀತಿರೆ ಆಲಿವ್ ಆಯಿಲಲ್ಲಿ ಸನ್ಫ್ಲವರ್ ಆಯಿಲ್ ಬೀತಿಂಗ್ ಮೈ പിന്നെ ಅದಕ್ಕೆ ಜಸ್ಟ್ ಡೆಕೋರೇಷನ್ಗೆ ഒരു പുതിന ജസ്റ്റ് വെച്ചത് ഇത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം ചിക്കൻ എല്ലാം റെഡി ആകുമ്പോൾ എടുത്ത് ഒരു ഗಂಟಲು പിന്നെ എണ്ണ നല്ല വെച്ചായ പിന്നെ ഞങ്ങൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണം ചിക്കൻ ഒരു 2 പീസ് മാത്രം ഇട്ടേ മീ 3-4 പീസ് ഇട്ടിട്ട് മിക്സ് ആക്കോ തീരാ ചിക്കൻ അപ്പം ಬೇವಿಲ್ಲ ഒരു സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ ഞങ്ങൾ ഫസ്റ്റിಗೆ ജസ്റ്റ് എടുത്ത് വെച്ചോ ഗ്രൈൻഡ് ആക്കി വെച്ചോ ഞങ്ങൾ ഇഞ്ചി വെല്ലുള്ളി പുതിനത്തെല്ലാം ക്രഷ് ഉണ്ടല്ലേ അതും ഇതിൽ പാതിട്ട് കൊടുക്കണം ചിക്കൻ ഫ്രൈ ആകുമ്പോൾ അതും കൂടി ഞങ്ങൾ ഫ്രൈ ആക്കണം ചിക്കൻ അടിമേലാക്കിയിട്ട് ഒരു 1/4 ಗಂಟೆ ഫ്രൈ ആവണം ചിക്കൻ ഫ്രൈ ആവുന്ന മുന്നേ ഞങ്ങൾ ഈ മസാല ഫ്രൈ തിക്കറ് അത് കറിയോ ബുടോ തീരാ അത് ഫ്രൈ ആകുമ്പോഴത്തേ ഞങ്ങൾ ഇങ്ങനെ എടുക്കണം അത് ഞങ്ങൾ ചിക്കൻ ഇട്ട് കൂട്ടിയിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആവും കറിയോ ബുട്ടെങ്കിൽ അത് പിന്നെ ഒരു കറിഞ്ഞ സ്മെല്ലാവും പിന്നെ ഒരു 5 നിമിഷം ചിക്കൻ വേവണാവും 10 നിമിഷം ആകുമ്പോഴത്തേ ഞങ്ങൾ ആ മസാല റെഡി തിക്കറ് ഒരു 1/4 ಗಂಟೆ ആകുമ്പോൾ ഞങ്ങൾ ചിക്കനും റെഡി ആവും നല്ലൊരു ഫ്ലേവർ ആവും ചിക്കൻ ഇത് ഞങ്ങൾ തേങ്ങ എണ്ണ ഉണ്ടെങ്കിൽ തേങ്ങ എണ്ണമേ എടുക്കോ ട്രൈ ആക്കണം തേങ്ങ എണ്ണ ഇല്ലാത്തെങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയിൽ ഫ്രൈ ആക്കിയാൽ മതി പിന്നെ നെക്സ്റ്റ് ബാച്ച് ഇടുമ്പോൾ ഒരു 2 നിമിഷം എണ്ണ വെച്ചാവോ വിടണം ഫസ്റ്റ് ബാച്ച് ചേർത്ത പിന്നെ അപ്പോൾ അതേപോലെ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആക്കിയും കഴിത്ത് അപ്പോൾ താങ്ക് യു സോ മച്ച് എല്ലാവരും ട്രൈ ആക്കി നോക്കണം